പ്രമേഹ രോഗികളുള്ള ലൈംഗിക പ്രശ്നങ്ങളെ പറ്റിയാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ഞാൻ ഡോക്ടർ തോമസ് ജോസഫ്, കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ്, കാർമൽ മെഡിക്കൽ സെൻ്റർ, പാലം. പ്രമേഹ രോഗികളുള്ള ലൈംഗിക പ്രശ്നങ്ങൾ, അതായത് നമുക്കറിയാം വർഷങ്ങളായിട്ട് പ്രമേഹ രോഗമുണ്ട്, അവർക്ക് ശാരീരികമായിട്ട് ക്ഷീണമുണ്ട്, ഷുഗറൊക്കെ പലപ്പോഴും കൺട്രോളായിരിക്കില്ല, ചിലപ്പം കിഡ്നി ഫങ്ഷൻസൊക്കെ അവതാളത്തിലായിരിക്കും, കൈകാൽ മരപ്പ് കാണും, മസിലിനൊക്കെ ഒരു ബലക്കുറവ് കാണും. ഇവർക്ക് പലപ്പോഴും ഇവരുടെ ലൈംഗിക പ്രശ്നങ്ങൾ പലപ്പോഴും നമ്മുടെ അടുത്ത് പറയാൻ തന്നെ മടി കാണും. എന്നാലും ചിലർ ചോദിക്കും ഇത് എങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റും. നമ്മൾ പുരുഷന്മാരിലെ ഞാൻ സംസാരിക്കുന്നു. പുരുഷന്മാർ സാധാരണ കണ്ടുവരുന്ന നമുക്കറിയാം, പലപ്പോഴും കുറേ വർഷങ്ങളായിട്ട് ഷുഗറുള്ളതുകൊണ്ട് അവർക്ക് ആദ്യമായിട്ട് കാണാൻ നമുക്ക് ശാരീരിക ക്ഷീണമാണ്. കാരണം പഴയ പോലെ നമുക്ക് നടക്കാൻ പറ്റുന്നില്ല, മസിലിനൊക്കെ ക്ഷീണമുണ്ട്. രണ്ടാം തരം മാനസിക തരത്തിലാണ്, അവർക്ക് നമുക്ക് ഡയബറ്റീസ് ബാധിച്ചു, ഷുഗർ കൺട്രോളല്ല, പലപ്പോഴും നമുക്ക് അതിൻ്റെ ഒരു അൻസൈറ്റി ഉണ്ടാകും, ചിലപ്പം ചിലർക്ക് ഡിപ്രഷനൊക്കെ ഉണ്ടാകും. ഈ രണ്ട് തലമുണ്ട്. മൂന്നാമത് വരുന്നതാണ് നമുക്കറിയാം ഉദാഹരണശേഷിക്കുറവ്. അപ്പോൾ നമുക്ക് ഇത് പലപ്പോഴും നമ്മൾ ഇത് ഡയബറ്റീസ് കൊണ്ടുണ്ടാകുന്ന വെച്ചാൽ വാസ്കുലർ ഓർ ന്യൂറൽ എന്ന് പറയും. അപ്പോൾ ലിംഗത്തിലേക്ക് നമുക്ക് രക്തോട്ടക്കുറവ് വരുമ്പോൾ ഉദാഹരണശേഷിക്കുറവ് വരാം. രണ്ട് നാഡി സംബന്ധമായ പ്രശ്നങ്ങൾ മൂലം. ഈ രണ്ട് പ്രശ്നങ്ങളെ നമ്മളെങ്ങനെ കൈകാര്യം ചെയ്യാം? അപ്പം നമുക്ക് പലപ്പോഴും ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ ചോദിക്കുമ്പോൾ അവർക്ക് പറയും മരുന്നുകളുണ്ട്. ആദ്യം നമ്മൾ പറയും നേരത്തെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ നമ്മൾ ചെക്ക് ചെയ്യും. അപ്പോൾ അവരുടെ ഹോർമോൺ, ടെസ്റ്റോസ്റ്ററോൺ ഹോർമോൺ ചെക്ക് ചെയ്യുക, അതിൻ്റെ അളവ് ചെക്ക് ചെയ്യുക. കുറവാണെങ്കിൽ നമ്മൾ അതിൻ്റെ ഇഞ്ചക്ഷൻ എടുക്കും. ഇല്ലെങ്കിൽ നമുക്ക് ലിംഗം സംബന്ധമായിട്ട് എന്തെങ്കിലും വേറെ പ്രശ്നങ്ങളുണ്ടോ അത് കറക്റ്റ് ചെയ്യാം. ഇപ്പം നമുക്കറിയാം ചിലപ്പം തൊലിപ്പുറോട്ട് മാറാനുള്ള സാധ്യതകൾ ചിലപ്പം കുറവായിരിക്കും. അതുകൊണ്ടെങ്കിൽ അങ്ങനെ ഫൈമോസ് എന്ന് പറയും, അതിനുള്ള സാഹചര്യം അഡ്വൈസ് ചെയ്യും. ഇതൊന്നും കുഴപ്പങ്ങളില്ലെങ്കിൽ നമ്മൾ പലപ്പോഴും അവർക്ക് മരുന്നുകൾ പറയും. നമുക്ക് ലിംഗത്തിലേക്ക് രക്തം കൂടുതൽ ഓടാനുള്ള, ചിലപ്പോൾ രക്തോട്ടക്കുറവായിരിക്കും. അപ്പോൾ ഫോസ്ഫോഡയസ്റ്റേസ് 5 ഇൻഹിബിറ്റേഴ്സ്, അതായത് നമ്മൾ സിൽഡനാഫിൽ എന്ന് പറഞ്ഞ ഗുളിക, അത് 50 മില്ലിഗ്രാം ഡോസിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും 1 hour ബിഫോർ ദ സെക്ഷൽ ആക്ട്. അപ്പോൾ അത് കൊടുത്ത് നോക്കുക. അതുകൊണ്ട് പരിഹാരം ഡോസ് നമ്മൾ 100ലേക്ക് നീക്കാൻ പറ്റും. പക്ഷേ അത് കഴിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഹെഡേക്ക്, നമുക്ക് ബ്ലഡ് വിഷൻ, നമുക്ക് കണ്ണിന് മങ്ങലൊക്കെ വരാം. പിന്നെ വേറെ ഹാർട്ട് സംബന്ധമായ മരുന്ന് കഴിക്കുക, സോർബിട്രേറ്റ്, അല്ലെങ്കിൽ ഹാർട്ടിന് അറ്റാക്ക്, ബ്ലോക്കൊക്കെ ഉള്ളവർക്ക് ഈ മരുന്ന് കൊടുക്കുന്ന പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. കൂടാതെ ഇതുകൊണ്ട് പറ്റാതെ നമ്മൾ വാർഡനാഫിൽ, ഇതേ ശ്രേണിയിലുള്ള മറ്റുള്ള ഗുളികയാണ്. കുറച്ചും കൂടെ ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ ഉണ്ട്, കുറച്ചും കൂടെ സമയം അത് ആക്ട് ചെയ്യും. ഇല്ലെങ്കിൽ നമ്മൾ ടാഡലാഫിൽ എന്ന് പറഞ്ഞ മരുന്നുണ്ട്, അതും കുറച്ചും കൂടി ഡ്യൂറേഷൻ എന്ന, പക്ഷേ അതിൻ്റെ സൈഡ് എഫക്റ്റ് ഇല്ല. ഹെഡേക്ക് അല്ലെങ്കിൽ കണ്ണിന് മങ്ങ തുടങ്ങിയ സൈഡ് എഫക്റ്റ് വരികയാണ്. ഇതുകൊണ്ട് നമുക്ക് പറ്റാവുന്ന നമ്മൾ ഇഞ്ചക്ഷൻസ് ഉണ്ട്. നമ്മൾ ലിംഗത്തിലേക്ക് ഇഞ്ചക്ഷൻ, ഇൻട്രാ കവർണോസൽ ഇഞ്ചക്ഷൻ, പപ്പാവരണ അല്ലെങ്കിൽ പ്രോസ്റ്റാഗ്ലാൻഡിൻ വെച്ച് നമ്മൾ ഇഞ്ചക്ഷൻ എടുക്കും. ഇഞ്ചക്ഷൻ അങ്ങോട്ട് രക്തോട്ടം വന്നാൽ നമുക്ക് ഉദാഹരണം കിട്ടും. പലപ്പോഴും നമ്മൾ അതുകൊണ്ടും പറ്റാവുന്ന കഴിയുമ്പോൾ നമ്മൾ അതുകൊണ്ട് പലപ്പോഴും നമ്മൾ സർജന്മാരെ സമീപിക്കാറുണ്ട്. പ്രെനിയൽ പ്രോസസ്സ് ഉപയോഗിക്കാൻ പറയും. ഇല്ലെങ്കിൽ ചെറിയ സർജറീസ്, ചിലപ്പോൾ ലിംഗം എന്തെങ്കിലും മുട്ടിപ്പിടിക്കുന്നു, അല്ലെങ്കിൽ തൊലി മാറ്റാൻ പറ്റുന്നു, അല്ലെങ്കിൽ വളഞ്ഞിരിക്കുന്നു, അങ്ങനെയൊക്കെ നമ്മൾ അതിൽ സർജിക്കൽ കറക്ഷൻസ് വേണ്ടി വരും. അതല്ലെങ്കിൽ വാക്വം ഡിവൈസസ് ഉപയോഗിക്കേണ്ടി വരും. ഇതാണ് സാധാരണ നമ്മൾ പുരുഷന്മാരെല്ലാം ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. സ്ത്രീകളിലാണെങ്കിൽ നമുക്കറിയാം ഈ ഭാഗത്ത് നനവിൻ്റെ കുറവാണ് പലപ്പോഴും നമ്മൾ ഡയബറ്റീസ് രോഗികൾ കണ്ടുവരിക. അതിന് നമുക്ക് ലൂബ്രിക്കേറ്റിംഗ് ജെല്ലീസ് ഉപയോഗിക്കാൻ പറ്റും. അതുകൂടാതെ അവരുടെ ഭാഗത്തും ഈ ശാരീരികവും മാനസികമായ പ്രശ്നങ്ങളുണ്ട്. അതിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത്. പലപ്പോഴും ഡയബറ്റീസ് രോഗികൾ നമ്മൾ കണ്ടുവരുന്ന സാധാരണയുള്ള മാനസിക പ്രശ്നം ഡിപ്രഷനാണ്. അപ്പം ഡിപ്രഷൻ നമ്മൾ കറക്റ്റ് ചെയ്യണം. ഇതിനോട് താല്പര്യക്കുറവ്, അല്ലെങ്കിൽ നമുക്ക് പലപ്പോഴും പ്രായത്തിൻ്റെ പ്രശ്നങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ, നടുവേദന, മുട്ടുവേദന, മറ്റുള്ള ശാരീരിക ക്ഷീണത, അല്പം ഏറ്റവും അതിപ്രധാനമായിട്ടുള്ള നമുക്കറിയാം ഡയബറ്റീസ് രോഗി ആയതുകൊണ്ട് ഷുഗർ കൺട്രോൾ ചെയ്യാന്നുള്ളതാണ്. കറക്റ്റായിട്ട് ഷുഗർ കൺട്രോൾ ചെയ്തു നമ്മൾ നല്ല രീതിയിൽ HbA1c 7 താഴെയാണ്, ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ഒരു 100-120 താഴെയാണ്, ബാക്കി ക്രിയാറ്റിൻ ഫംഗ്ഷൻ നോർമലാണ്, കൊളസ്ട്രോൾ ലെവൽ നോർമലാണ്, മറ്റു കാർഡിയക് പ്രശ്നങ്ങളില്ല. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സാധാരണഗതിയിൽ ഈ ചെറിയ മരുന്നുകൾ അല്ലെങ്കിൽ ലൂബ്രിക്കേറ്റിംഗ് ജെല്ലീസോ മറ്റുള്ള സാധാരണ നടുവേദനയാണ് കാൽഷ്യം, വൈറ്റമിൻ ഡി ഒക്കെ സപ്ലിമെൻറ്റ് അങ്ങനെയൊക്കെ എടുത്ത് കറക്റ്റ് ചെയ്യാൻ പറ്റും. പലപ്പോഴും ഇത് ശരിയായതുകൊണ്ട് ലൈംഗിക അവയവങ്ങളെക്കാൾ കൂടുതലായിട്ട് ശാരീരികവും മാനസികമായ തരത്തിലാണ് ഈ ലൈംഗിക പ്രശ്നങ്ങളുള്ളത്. അപ്പോൾ അവയവങ്ങളെ നമ്മൾ അഡ്രസ്സ് ചെയ്ത് അവയവങ്ങളെ നമ്മൾ ചികിത്സിച്ചാൽ മാത്രമേ ഈ ഒരു പ്രശ്നം നമുക്ക് നല്ലൊരു ലൈംഗിക ആരോഗ്യം നമുക്ക് നേടാനും നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ സന്തോഷം അനുഭവിക്കാനും സാധിക്കുകയുള്ളൂ. താങ്ക് യു.